ഇതെന്തുവാണെന്നറിയാലോ? ഇതാണ് നമ്മുടെ കുറിച്ചിയാണ് കേട്ടോ. ഇത് നമ്മുടെ പാരക്കുറിച്ചിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിൻ്റെ കൂടെ കറിയായിട്ടുള്ളത്. അപ്പം നമുക്ക് പോയാലോ നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക്. നമുക്ക് ഈ മീന് നല്ല ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിക്കുന്നത് ഞങ്ങളുടെ ഫുഡിൻ്റെ ഒരു വ്ളോഗാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം ഇതിന് നല്ല രീതിയിലൊന്നും അഴുക്കില്ല, എന്നാലും നമ്മുടെ ചെറിയ ചെറിയ പാടകളില്ലേ, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മീൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് CD കുറിച്ചി എന്നും പറയും, പിന്നെ നമ്മുടെ ചിലർ പാരക്കുറിച്ചി എന്ന് പറയും, ചിലർ കുറിച്ചി എന്ന് പറയും. അപ്പം നല്ലൊരു മീനാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മീനാണ് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് വൃത്തിയായിട്ടൊന്ന് വെട്ടിയൊക്കെ എടുക്കാം. അപ്പം നമ്മൾ ഇവിടെ നല്ലപോലെ തന്നെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ മീൻ നമ്മൾ തേങ്ങ അരച്ചാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി തേങ്ങയാണിപ്പം നമ്മൾ ചിരകിക്കൊണ്ടിരിക്കുന്നത്. തേങ്ങ ഒന്ന് ചിരകിയെടുക്കുക. അധികം തേങ്ങയൊന്നും ആവശ്യമില്ല, വളരെ കുറച്ച് മാത്രം. ഒത്തിരി തേങ്ങയായി പോയാൽ കറി കുറുകി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മാത്രം തേങ്ങയെ ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ. തേങ്ങ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് 1.5 ടേബിൾ സ്പൂൺ മാത്രമാണ് മുളക് പൊടി ചേർക്കുന്നത്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് ഞാൻ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത് നമ്മൾ മീനിനകത്തിട്ട് കറിയാക്കി കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോയിൽ കാണിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് ലേശം പുളിയും ഇട്ട് 2 പച്ചമുളകും കീറിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ തിളപ്പിക്കുകയാണ് കേട്ടോ. കറി നല്ലതുപോലെ തന്നെ തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ഒരു മീനെടുത്ത് നമ്മൾ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ മീൻകറിക്കകത്ത് നമ്മൾ ഇച്ചിരി കടുക് വറുത്തിടുന്നുണ്ട്. അപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് ഒരു കുറച്ച് മാത്രം കൊച്ചുള്ളിയാണ് ഇതിനകത്ത് അരിഞ്ഞിട്ടിരിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ഇട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോവയ്ക്ക് ഒന്ന് മെഴുക്കുരട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ കോവയ്ക്കയും സവാളയും കൂടെ അരിഞ്ഞത് ചേർക്കുകയാണ്. കോവയ്ക്ക മെഴുകിച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ലേശം ഉപ്പൊക്കെ ചേർത്ത് പെട്ടെന്ന് ഒരു കോവയ്ക്ക മെഴുക്കുരട്ടിയും നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മീൻ ഇവിടെ വറുത്തത് നല്ല ഇതുവരെ മുരിഞ്ഞിട്ടുണ്ട്. നമ്മൾ വറുത്ത് കോരി എടുക്കുകയാണ് കേട്ടോ. ഒത്തിരി അങ്ങ് മുരിഞ്ഞു പോയിട്ടില്ല, ആവശ്യത്തിനുള്ളത് ഇതായിട്ടുള്ളൂ. കാരണം ഈ മീനും അധികം വേവില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കിട്ടും. ഇതിന് പുറത്തേക്ക് ഞാൻ കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർക്കുകയാണ് കേട്ടോ. നാരങ്ങാനീര് ഒഴിക്കുന്നത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങാനീര് ഒഴിക്കുന്നത്. അപ്പോൾ നാരങ്ങാനീരും കൂടെ ഒഴിച്ച് വേണം നമ്മൾ കഴിക്കുകയാണെങ്കിൽ, ഇച്ചിരി സവാളയും സൈഡിലൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ചോറും നമ്മുടെ CD കുറിച്ചിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വറുത്തതും കറി വെച്ചതും പിന്നെ നമ്മുടെ കോവയ്ക്ക മെഴുക്കുരട്ടിയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. സൺഡേ സ്പെഷ്യൽ. നമുക്കിന്നത്തെ സൺഡേ സ്പെഷ്യൽ ചോറ് കഴിക്കാം. നല്ല ചോറുണ്ട്, അതുപോലെ തന്നെ കോവയ്ക്ക മെഴുക്കുരട്ടിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കുറിച്ചി മീൻ കറിയുണ്ട്, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റമായ കുറിച്ചി മീൻ ഫ്രൈ ചെയ്തതുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ. അപ്പം ഇനിയും നല്ല നല്ല മീനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വ്ളോഗ് ചെയ്യാനായിട്ട്
നോക്കുന്നുണ്ട്. അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.